2025 ഓഗസ്റ്റിൽ അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങളിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു. ഇത് നിയമപരമായും രാഷ്ട്രീയപരമായും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അമേരിക്കയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് കുടിയേറ്റം ഒരു പ്രധാന വിഷയമായി തുടർന്നു. റിപ്പബ്ലിക്കൻ പ്രതിനിധി മരിയ എൽവിറ സലാസറും ഡെമോക്രാറ്റ് പ്രതിനിധി വെറോണിക്ക എസ്കോബാറും ചേർന്ന് 2025 ജൂലൈയിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, ഡിഗ്നിറ്റി ആക്ട് ഓഫ് 2025. അതിർത്തി സുരക്ഷയും രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് അവസരങ്ങൾ നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു നിയമമാണിത്. ഈ നിയമത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രീം ആക്ട് പ്രൊവിഷൻ. ഏകദേശം 25 ലക്ഷം ഡ്രീമേഴ്സിന്, അതായത് ചെറുപ്പത്തിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവരപ്പെട്ട കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി നൽകുന്നതാണ് ഈ നിയമം. ഇതിന് ചില നിബന്ധനകളുണ്ട്. അവർ 2021 ജനുവരി മുതൽ അമേരിക്കയിൽ ഉണ്ടായിരിക്കണം, നല്ല നടപ്പുണ്ടായിരിക്കണം, വിദ്യാഭ്യാസമോ ജോലിയോ ഉണ്ടായിരിക്കണം, 10 വർഷം വരെ സ്ഥിരമായി ജോലി ചെയ്യുകയോ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടുകയോ ചെയ്താൽ അവർക്ക് സ്ഥിരമായ നിയമപരമായ താമസം ലഭിക്കും. ഡിഗ്നിറ്റി പ്രോഗ്രാം. 2020 ഡിസംബർ മുതൽ അമേരിക്കയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് 7 വർഷത്തേക്ക് താൽക്കാലികമായി ഇവിടെ താമസിക്കാനുള്ള അനുമതി നൽകുന്ന ഒരു പദ്ധതിയാണിത്. ഇതിൽ പങ്കെടുക്കുന്നവർ $7,000 പിഴ അടക്കണം, പഴയ നികുതികൾ തീർക്കണം, ജോലിയോ വിദ്യാഭ്യാസ സൗകര്യങ്ങളോ ഉണ്ടായിരിക്കണം. ഇതുവഴി അവർക്ക് ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും അനുമതി ലഭിക്കും. പക്ഷേ ഇത് പൗരത്വത്തിലേക്കുള്ള നേരിട്ടുള്ള വഴിയല്ല. എൻഫോഴ്സ്മെൻറ്റ് സൈഡ്. അതിർത്തിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അഭയം തേടുന്നവരുടെ അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കുക, വിസ കിട്ടാനുള്ള കാലതാമസം കുറക്കുക എന്നിവയെല്ലാം ഈ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഈ നിയമം നല്ലതാണെങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഇത് പാസ്സാകുമോ എന്ന് ഉറപ്പില്ല. പ്രസിഡന്റ് ട്രംപിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നറിയപ്പെടുന്ന ഒരു നിയമം 2025 ജൂലൈ 4 പാസ്സാക്കി. ഇത് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനുള്ള ശക്തമായ നിയമമാണ്. ഈ നിയമം പ്രധാനമായും പണം ചെലവഴിക്കുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മതിൽ നിർമ്മാണത്തിന് $4,700 കോടി, CBP കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ $700 കോടി, പുതിയ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾക്കായി $620 കോടി, കുടുംബങ്ങളെ തടങ്കിൽ വെക്കാനുള്ള സൗകര്യങ്ങൾക്കായി $4,500 കോടി, കൂടാതെ മെക്സിക്കോയിൽ കാത്തിരിക്കുക എന്ന വിവാദപരമായ നയം വീണ്ടും കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഈ നിയമം കുടിയേറ്റത്തിനുള്ള അപേക്ഷാ ഫീസുകൾ കൂട്ടി. അഭയം തേടുന്നതിനുള്ള അപേക്ഷകർക്ക് $100, അനുമതിയില്ലാതെ അതിർത്തി കടന്നാൽ $5,000 പിഴ ഈടാക്കും. 2026 മുതൽ മെഡിക്കെയ്ഡ്, SNAP പോലുള്ള ഫെഡറൽ പദ്ധതികൾ അർഹത നേടുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കുട്ടികളുടെ നികുതി ഇളവിനായി അപേക്ഷിക്കുന്നതിന് മാതാപിതാക്കളിൽ ഒരാൾക്ക് സാധുവായ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ടായിരിക്കണം. ഈ നിയമം അതിർത്തി സുരക്ഷ ശക്തമാക്കുമെന്നും എന്നാൽ കുടിയേറ്റക്കാരുടെ കുടുംബങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാക്കുമെന്നും വിമർശകർ പറയുന്നുണ്ട്. സാധാരണയായി യാഥാസ്ഥിതിക നിലപാടുള്ള ചില പ്രാദേശിക സർക്കാരുകൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. എൻസെനാഡ. സ്കൂളുകൾക്കടുത്തുള്ള ICE ഉദ്യോഗസ്ഥരുടെ അറസ്റ്റുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് സിറ്റി കൗൺസിൽ നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക എന്ന ക്യാമ്പയിൻ ആരംഭിച്ചു. സുരക്ഷിത മേഖലയിൽ കണ്ടെത്താനും മുഖംമൂടി ധരിച്ച ICE ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും ആലോചിക്കുകയാണ്. എസ്കോഡിഡോ. ഇവിടുത്തെ കൗൺസിൽ അംഗങ്ങൾ കോൺഗ്രസിൽ കത്തെഴുതി. അതിൽ പൗരത്വത്തിനുള്ള വഴികൾ എളുപ്പമാക്കണമെന്നും അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നും കുടിയേറ്റ കോടതികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രാദേശിക നീക്കങ്ങൾ കാണിക്കുന്നത് കുടിയേറ്റ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ്. ന്യൂ ഡെമോക്രാറ്റിക് കോalition ഒരു പുതിയ പദ്ധതി അവതരിപ്പിച്ചു. അതിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിനും കുടിയേറ്റക്കാരെ സഹായിക്കുന്നതിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ പദ്ധതിയിൽ താഴെ പറയുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിർത്തിയിൽ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നാടുകടത്തുക, അഭയം തേടുന്നവരുടെ അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കാൻ കൂടുതൽ ജഡ്ജിമാരെ നിയമിക്കുക, ഡ്രീമേഴ്സിനെയും കർഷക തൊഴിലാളികളെയും സഹായിക്കുക, ലാറ്റിൻ അമേരിക്കൻ അഭയം തേടുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അതുപോലെ കുടിയേറ്റം കുറയ്ക്കാൻ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കുക. 2026 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. അതിർത്തി സുരക്ഷയെക്കുറിച്ച് ആശങ്കയുള്ളവരെ തൃപ്തിപ്പെടുത്താനും ദുർബലരായവരെ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രമാണിത്. USCIS വിസ അപേക്ഷകളിൽ അമേരിക്കൻ വിരുദ്ധ ചിന്താഗതികൾ ഉണ്ടായെന്ന് പരിശോധിക്കാൻ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഭരണകൂടം നിയമപരമായ കുടിയേറ്റത്തിനുള്ള സ്പോൺസർഷിപ്പ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഭരണകൂടത്തിന് ഒരു വലിയ തിരിച്ചടിയുണ്ടായി. ഏലിയൻ എനിമീസ് ആക്ട് ഉപയോഗിച്ച് വെനസ്വേലയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ശ്രമം കോടതി തടഞ്ഞു. കോടതിയുടെ വിധി ഇങ്ങനെയായിരുന്നു: ഏലിയൻ എനിമീസ് ആക്ട് അനുസരിച്ച് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാവുകയോ ചെയ്താൽ മാത്രമേ ഈ നിയമം ഉപയോഗിക്കാൻ കഴിയൂ എന്ന് കോടതി പറഞ്ഞു. വെനസ്വേലയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഒരു തരത്തിലുള്ള ആക്രമണം നടത്തുന്നില്ല, അതിനാൽ ഈ നിയമം ഉപയോഗിച്ച് അവരെ നാടുകടത്താൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഈ വിധി ടെക്സസ്, ലൂസിയാന, മിസിസിപ്പി എന്നീ സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. ഏലിയൻ എനിമീസ് ആക്ട് 1798 പാസാക്കിയ ഈ നിയമം അനുസരിച്ച് അമേരിക്ക യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരെ തടങ്കിൽ വെക്കാനോ നിയന്ത്രിക്കാനോ നാടുകടത്താനോ പ്രസിഡന്റിന് അധികാരമുണ്ട്.
ഈ നിയമം മുൻപ് ലോകമഹായുദ്ധ സമയത്താണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഭരണകൂടം ഈ നിയമം ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ നാട് കടത്താൻ ശ്രമിച്ചു. ഈ നിയമം നടപ്പാക്കുന്നത് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. ACLU അതായത് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ട്രംപിൻ്റെ അനുയായികൾ ഈ വിധി ദേശീയ സുരക്ഷയ്ക്ക് എതിരാണെന്ന് വാദിച്ചു. ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 2025 ഓഗസ്റ്റിലെ കുടിയേറ്റ നിയമങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇത് രാഷ്ട്രീയപരമായും നിയമപരമായ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചു. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക തലങ്ങളിൽ പല പുതിയ നിയമങ്ങളും മാറ്റങ്ങളും ഉണ്ടായി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.